70കളുടെ അവസാനത്തിൽ ഒരു ടീനേജർ മുംബൈയിലെ ജയ്ഹിന്ദ് കോളേജിൽ അഡ്മിഷനായി അപ്ലൈ ചെയ്യുന്നു. തന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയതിനാൽ പഠനം ഉപേക്ഷിച്ച് അവൻ പിന്നീട് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ 4.5 പതിറ്റാണ്ടിന് ശേഷം പണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത അതേ കോളേജ് ടീച്ചേഴ്സ് ഡേക്ക് ഒരു ലെക്ചർ പ്രസന്റ് ചെയ്യാൻ ഈ ബിസിനസ്സുകാരനെ ക്ഷണിക്കുന്നു. ഈ പറഞ്ഞു വരുന്നത് ആരെപ്പറ്റിയാണെന്ന് മനസ്സിലായോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പണക്കാരനും $220 ബില്യൺ ബിസിനസ് സാമ്രാജ്യമായ അദാനി ഗ്രൂപ്പിന്റെ ഫൗണ്ടറുമായ ഗൗതം അദാനിയാണ് ആ വ്യക്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഗൗതം അദാനി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ടെക്സ്റ്റൈൽ മെർച്ചന്റ് ആയിരുന്നു. തന്റെ 16ാമത്തെ വയസ്സിൽ മുംബൈയിലേക്ക് വന്ന ഗൗതം ഒരു ഡയമണ്ട് സോർട്ടർ ആയാണ് കരിയർ തുടങ്ങുന്നത്. ഏതാണ്ട് 2 വർഷം ജോലി ചെയ്തതിനു ശേഷം ആ ചെറുപ്പക്കാരൻ തന്റെ ജന്മനാടായ ഗുജറാത്തിലേക്ക് മടങ്ങി. അക്കാലത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഫാക്ടറി നടത്തിയിരുന്ന തന്റെ മൂത്ത സഹോദരനെ ബിസിനസ്സിൽ സഹായിക്കാനായിരുന്നു ഗൗതമിന്റെ ഈ മടങ്ങിപ്പോക്ക്. 1988 ഗൗതം തന്റെ വെഞ്ചറായ അദാനി എക്സ്പോർട്സ് തുടങ്ങി. ഒരു ചെറിയ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഫേമായി തുടങ്ങിയ ഈ സ്ഥാപനം അഗ്രികൾച്ചറൽ ആൻഡ് പവർ പ്രൊഡക്ട്സ് ആണ് ഡീൽ ചെയ്തിരുന്നത്. ഇതേ അദാനി എക്സ്പോർട്സ് ആണ് പിന്നീട് പേര് മാറി ഇന്ന് കാണുന്ന അദാനി എന്റർപ്രൈസസ് എന്ന പടുകൂറ്റൻ സ്ഥാപനമായി മാറിയത്. 1990കളിൽ ഇന്ത്യ തങ്ങളുടെ എക്കണോമിക് ലിബറലൈസ് ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വലിയ സാധ്യതകളാണ് ഇത് തുറന്നു കൊടുത്തത്. ഈ സുവർണ അവസരം തിരിച്ചറിഞ്ഞ ഗൗതം പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതിന് പിന്നിൽ രസകരമായ മറ്റൊരു കഥയുണ്ട്. 1991 അമേരിക്കയിലെ മിനസോട്ടയിലുള്ള MNC ഫുഡ് കമ്പനിയായ കാർഗിലിന് വേണ്ടി ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നു ഗൗതം. ഒരു സാൾട്ട് മൈൻ അഥവാ ഉപ്പ് ഖനി ഗുജറാത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിരുന്നു ഇത്. എന്നാൽ ഈ ഡീൽ നടക്കാതായപ്പോൾ അദ്ദേഹം കിട്ടിയ അവസരം മുതലാക്കി. തീരദേശ നഗരമായ ഗുജറാത്തിലെ മുന്ദ്രയിലെ ഭൂമി ഗൗതം ഒരു പോർട്ടാക്കി മാറ്റി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ പോർട്ട് മുന്ദ്രയിലെ ഈ ഡീപ് വാട്ടർ പോർട്ടാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കോൾ ഇമ്പോർട്ട് ടെർമിനൽ കൂടിയാണ് മുന്ദ്ര പോർട്ട്. ഇന്ത്യയിലെ എക്കണോമിക് ലിബറലൈസേഷൻ മുതലെടുത്ത ഗൗതം 1991 ഒരു ഗ്ലോബൽ ട്രേഡിംഗ് ഹൗസ് തുടങ്ങി. പോളിമേഴ്സ്, മെറ്റൽസ്, ടെക്സ്റ്റൈൽസ്, അഗ്രി പ്രൊഡക്ട്സ് എന്നിവ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. വെറും 2 വർഷം കൊണ്ട്, അതായത് ഗൗതമിന് വെറും 29 വയസ്സുള്ളപ്പോൾ ഈ ട്രേഡിംഗ് ഹൗസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി മാറി. സീ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് തൊട്ട് ഇലക്ട്രിസിറ്റി ജനറേഷൻ വരെ, മൈനിങ് തൊട്ട് ഇൻഫ്രാസ്ട്രക്ചർ വരെ 11 പബ്ലിക് കമ്പനികളാണ് ഇന്ന് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ളത്. പല ബിസിനസ്സുകളിലും നമ്പർ 1 കൂടിയാണ് ഇന്ന് ഈ കമ്പനികൾ. അദാനിയുടെ പ്രധാന കമ്പനികൾ ഏതൊക്കെയാണെന്നും അവയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. 1. അദാനി പവർ ലിമിറ്റഡ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് തെർമൽ പവർ പ്രൊഡ്യൂസറാണ് അദാനി പവർ ലിമിറ്റഡ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങി ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ കമ്പനി തെർമൽ പ്ലാന്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് അദാനി ഗ്രീൻ എനർജി. 10,000 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഉള്ള ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് അദാനി ഗ്രീൻ എനർജി. ഇത് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി കമ്പനീസിൽ ഒന്നുകൂടിയാണ് ഈ സ്ഥാപനം. 3. അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ്. തിരുവനന്തപുരം എയർപോർട്ട് ഉൾപ്പെടെ 7 ഡൊമസ്റ്റിക് എയർപോർട്ടുകൾ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലെ നമ്പർ 1 എയർപോർട്ട് ഓപ്പറേറ്റർ കൂടിയാണ് അദാനി. 4. അംബുജ സിമന്റ്സ്. 2022 മെയ്യിൽ അംബുജ സിമന്റ്സിനെയും ACC-യെയും അക്വയർ ചെയ്താണ് അദാനി ഗ്രൂപ്പ് സിമന്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഇന്ത്യൻ സിമന്റ് ഇൻഡസ്ട്രി ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാൻസാക്ഷൻ ആയിരുന്നു അത്. 5. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ്. അദാനി ഗ്രൂപ്പും ഫ്രഞ്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ഭീമനായ ടോട്ടൽ എനർജീസ് SCയും ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ്. 2024 സെപ്റ്റംബറിൽ $375 മില്യൺ ഫണ്ടിംഗ് കിട്ടിയതോടെയാണ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഫിനാൻസിംഗ് ഡീലായി മാറിയത്. 2023 ജനുവരിയിൽ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന US ഫേം അദാനിക്കും അദ്ദേഹത്തിന്റെ കമ്പനികൾക്കുമെതിരെ ഫിനാൻഷ്യൽ ഫ്രോഡിന്റെയും സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷന്റെയും ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതേ തുടർന്ന് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർ പ്രൈസ് തകർന്നടിഞ്ഞു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ നിന്നും അദാനി ഗ്രൂപ്പിന് അനുകൂലമായ വിധിയുണ്ടായി. ഇതോടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർ പ്രൈസ് വീണ്ടും ശക്തമായി തിരിച്ചു കയറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. പല തിരിച്ചടികൾ ഉണ്ടായിട്ടും ശക്തമായി തിരിച്ചു വന്ന ഗൗതം അദാനിയുടെ കഥ ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. ഇതേപോലുള്ള മറ്റേതെങ്കിലും ബിസിനസ് ലീഡറുടെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ.